30 വർഷത്തോളം വിവിധ വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ചുടുവാൾത്തൂർ 81 നമ്പർ അംഗൻവാടിയുടെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. പ്രവർത്തന ആരംഭവും പാൽക്കാച്ചൽ ചടങ്ങും തിങ്കളാഴ്ച നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തോളം വിവിധ വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ചുടുവാലത്തൂർ 81 നമ്പർ അംഗൻവാടിയുടെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. പി മമ്മിക്കുട്ടി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് സരസ്വതി രാമചന്ദ്രൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ചുടുവാലത്തൂരിൽ പുതിയ അംഗനവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ വായനശാലയും പ്രവർത്തനം ആരംഭിക്കാനുണ്ട്. കഴിഞ്ഞ നവംബർ 5-ന് പി മമ്മിക്കുട്ടി MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനം തുടങ്ങാൻ വൈകുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ അംഗനവാടിയുടെ പ്രവർത്തനാരംഭവും പാൽക്കാച്ചൽ ചടങ്ങും നടന്നു. പ്രവർത്തനാരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. കുട്ടികൾക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികളെ വൈകുന്നേരം വരെ ആക്കുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി ഇന്ന് അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം വളർന്നിട്ടുണ്ട്. കൗമാരക്കാരുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും കൂടി അവരെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കൗമാരക്കാർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം നൽകുന്നതും അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ആവശ്യമായ സഹായങ്ങൾ അല്ലെങ്കിൽ കുത്തിവെപ്പെടുത്തുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കുന്നതും അവർക്ക് പ്രസവാനന്തരം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനുവദിച്ചിരിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് എല്ലാം അംഗൻവാടി ടീച്ചർ മുഖാന്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വ്യക്തിത്വങ്ങളായ കൗൺസിലർ വിനോദ്, മുൻ കൗൺസിലർ ലത, സ്ഥലം വിട്ടു നൽകിയ സരസ്വതി, കോൺട്രാക്ടർ മുസ്തഫ, അച്ചു എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ALMSC ചെയർമാൻ അൻകുമാറിനെ ചെയർപേഴ്സൺ പൊന്നാടയണിച്ചു. അംഗനവാടി ടീച്ചർ ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ വിനോദ്, അനിൽകുമാർ, ലത, സരസ്വതി, മുസ്തഫ, വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു.